ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിവാസ് റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. നമ്മൾ റാഗി വെച്ചിട്ടുണ്ടാക്കുന്ന, പഞ്ഞപ്പുല്ല് വെച്ചുണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്, ഒരു ജ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്, 15 ബദാം എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ശർക്കര ചീവിയത്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഈ റാഗി ഒന്ന് കഴുകിയെടുക്കണം. അതിനായിട്ട് 3-4 പ്രാവശ്യം ഒന്ന് വെള്ളം മാറ്റി നന്നായിട്ട് കൈകൊണ്ട് ഞെരടി ഇതൊന്ന് കഴുകിയെടുക്കുമ്പോൾ അതിനകത്തെ അഴുക്കും പൊടിയൊക്കെ നന്നായിട്ട് പോകും. അതിന് ശേഷം ഇത് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. ഇങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ വെള്ളം മാറ്റി കഴുകിയെടുക്കുമ്പോൾ ഇതിനകത്തെ അഴുക്കൊക്കെ പൂർണ്ണമായിട്ടും പോയി കിട്ടും. അതിനുശേഷം നമുക്കിതൊരു 3 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് തന്നെ ബദാമും സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. വെള്ളം കളഞ്ഞിട്ട് ഒരു അരിപ്പയിലൊന്ന് ഊറ്റിയെടുക്കണം. എന്നിട്ട് ഒരു പാൻ നന്നായിട്ട് ഹീറ്റായി വരുമ്പോൾ അതിലേക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ചേർത്തിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ലപോലെ ക്രിസ്പിയായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ചൂടിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 15 ബദാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ തിരുമിയതും കൂടി ചേർക്കാം. 1/4 കപ്പ് ശർക്കരയും കൂടി ചേർക്കാം. ശർക്കര മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ 3-4 പ്രാവശ്യം നമ്മളിങ്ങനെ അരച്ച് എടുക്കണം. സാധാരണ നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ റാഗി ഡയറക്റ്റ് സോക്ക് ചെയ്ത് എടുത്തിട്ട് അരച്ചിട്ടല്ലേ നമ്മൾ കുറുക്കിയെടുക്കുന്നത്. ഇത് അല്ലാതെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് ഇതുപോലെ അരിച്ചെടുത്താൽ മതി. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് കിട്ടും. ഒരു 4 പ്രാവശ്യം ഞാനിതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതൊന്ന് തണുപ്പിച്ച് നമ്മളിത് യൂസ് ചെയ്യുമ്പം നമുക്കൊരു ഷേക്കൊക്കെ കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും. അതിനല്ല, കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുത്താൽ കുടിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തണുപ്പിച്ച് ജ്യൂസ് പോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. ഇപ്പം ഞാൻ അല്പം സബ്ജ സീഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അത് ഉള്ളത് കൊണ്ടാണ് ഞാനത് ചേർത്തത്. നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തതേ ഉള്ളൂ. പിന്നെന്താ, എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.